നിഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കൃത്യമായൊരു പ്ലാനിങ് ഈ പ്രതിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യം ഈ പ്രതി ഒരാഴ്ച മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു പദ്ധതി തയ്യാറാക്കി. അതിനുശേഷം ആദ്യം 4 ദിവസം മുൻപ്, അതായത് സംഭവം നടക്കുന്നതിനും 4 ദിവസം മുൻപാണ് പ്രതി ആദ്യ ശ്രമം നടത്തുന്നത്. അന്ന് ഇവിടേക്ക് എത്തിയപ്പോൾ ഇവിടെ പുറത്തൊരു പോലീസ് ജീപ്പ് ഇതിൽ റൗണ്ട് ചുറ്റും പെട്രോളിംഗ് നടത്തുന്നുണ്ടോ. അതോടുകൂടിയാണ് പ്രതി ഈ ശ്രമം ഉപേക്ഷിച്ച് പിൻവാങ്ങുന്നത്. അതിനുശേഷം പിന്നാലെ ഈ ഒരു 3 ദിവസം മുൻപ് ഈ പ്രതി ഇവിടേക്ക് എത്തുകയും ബാങ്കിലേക്ക് എത്തുകയും ഒരു വ്യാജ അതായത് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ATM കാർഡുമായി ബാഗിനകത്തേക്ക് കയറി. അതിനുശേഷം അവിടെ ഈ ബാങ്കിന്റെ അന്തരീക്ഷമൊക്കെ തന്നെ അതിൽ നിന്നുമാണ് പ്രതി പഠിക്കുന്നത്. ബുധനാഴ്ച പ്രതി ഒരു പള്ളിപ്പെരുന്നാളിന് പോയിരുന്നു. ഈ പള്ളിപ്പെരുന്നാളിൽ പോയി ആഘോഷിച്ച് അർമാദിച്ച് തമർത്ത ശേഷം അവിടെ നിന്നുമാണ് പ്രതി ഈ വ്യാജ നമ്പർ പ്ലേറ്റ് കണ്ടുപിടിക്കുന്നത്. ഈ വണ്ടിയിൽ ഉപയോഗിക്കാൻ, അതായത് മോഷണ സമയത്തിന് എത്തുമ്പോൾ ഉപയോഗിക്കാൻ എടുത്ത വ്യാജ നമ്പർ പ്ലേറ്റായി ബുധനാഴ്ച എടുക്കുന്നു. അതിനുശേഷം വെള്ളിയാഴ്ചയാണ് പ്രതി കൃത്യമായി മോഷണ ശ്രമം നടത്തുന്നത്. ആ വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കാനും കൃത്യമായ ഒരു കാരണമുണ്ട്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ബാഗ് നേരെ ഓപ്പോസിറ്റുള്ളത് പോട്ടപ്പള്ളിയാണ്. ഈ പോട്ടപ്പള്ളിയിൽ ഈ 2ാമത്തെ വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ 4ാമത്തെ വെള്ളിയാഴ്ചയും മറ്റ് ചടങ്ങുകളോ മറ്റ് പ്രവൃത്തികളോ കല്യാണങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും യാതൊരുവിധ തിരക്കും ഇതിന് മുൻവശത്തുണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഈ 2 മണി മുതൽ 2:30 വരെ ഭക്ഷണം കഴിക്കുന്ന സമയമാണ്, ഈ ലഞ്ച് ടൈം ബ്രേക്കാണ് എന്നും പ്രതി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് കൃത്യമായ അത്തരത്തിൽ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഈ പ്രതി ഈ കോട്ടിട്ട് ആദ്യം ഇവിടേക്ക് എത്തുന്നു. വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച വണ്ടി അത് ഇവിടെ നിർത്തിയ ശേഷം ഉള്ളിലേക്ക് കയറി കൃത്യമായി ഉള്ളിലേക്ക് ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ തനിക്ക് കിട്ടിയ പണവും എടുത്ത് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം നേരെ പ്രതി ആദ്യം പോകുന്നത് എറണാകുളം ഭാഗത്തേക്കാണ്. എറണാകുളം ഭാഗത്തേക്ക് പോയി ഇടറോഡ് വഴി കയറി തിരികെ വന്ന് ഈ താണിക്കുളം ബസ് സ്റ്റോപ്പ് അവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയ ശേഷം പ്രതി അവിടെ നിന്നുമാണ് ഈ കോട്ട് മാറ്റുന്നത്. അതായത് ഈ പ്രതി ഉപയോഗിച്ചിരുന്ന കോട്ട് ഊരി മാറ്റി പച്ച ടീഷർട്ടിൽ ധരിക്കുന്നത് അവിടെ നിന്നുമാണ്. അതിനുശേഷമാണ് പ്രതി ഈ നാടുകുന്നി ബസ് സ്റ്റോപ്പിൽ എത്തിയ ശേഷമാണ് ജാക്കറ്റ് ഊരുന്നത്. അവിടെ നിന്നും ഈ പ്രതി ഈ കൃത്യമായി തന്നെ ഈ റിവർ വ്യൂവും ഘടിപ്പിച്ച ശേഷമാണ് പല സ്ഥലങ്ങൾ, അതായത് ചെറുകുന്ന് വഴി കയറി ക്രഷർ സമീപത്തൂടെ പോയി വാഴക്കുന്നെത്തി താണിപ്പാറ കറങ്ങിയാണ്, അതായത് ഇയാളുടെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് കറങ്ങിയത് ശേഷമാണ്, ഒരു 2-3 കറക്കമൊക്കെ കറക്കിയതിന് ശേഷമാണ് പ്രതി വീട്ടിലേക്ക് എത്തുന്നത്. 1 മണിക്കൂർ, അത് മോഷണം നടത്തി 1 മണിക്കൂറിനകം തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രതി ചെയ്തു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. 3:20 ഈ വീടിന് സമീപത്ത് കൂടി പ്രതി പാസ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ലഭിച്ചു. അത്തരത്തിൽ 3:20 പ്രതി വീട്ടിലേക്ക് എത്തുന്നു. പിന്നീട് സാധാരണ രീതിയിൽ തന്നെയായിരുന്നു. ഈ വീട്ടിലേക്ക് എത്തിയ ശേഷം പ്രതി വീട്ടിൻ്റെ പുറകിലിട്ട ഈ ഗ്ലൗസും ജാക്കറ്റും ഒക്കെ തന്നെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പിന്നീട് സ്വാഭാവികമായ രീതിയിലേക്ക് പോകുന്നു. അപ്പോഴൊക്കെ തന്നെ പ്രതിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, പിടിക്കപ്പെടില്ല എന്നുള്ളത്. അതിനുശേഷമാണ് പ്രതി ഈ 2, അതായത് ഈ 3ാമത്തെ ദിവസം, ഈ മോഷണം നടത്തിയ 3ാമത്തെ ദിവസം പിടികൂടുന്ന ഞായറാഴ്ച പ്രതിയുടെ വീട്ടിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു കുടുംബ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർഡിലെ കുടുംബങ്ങളുടെ 21ഓളം കുടുംബങ്ങൾ പങ്കെടുത്ത കുടുംബ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് അസ്വസ്ഥനായിരുന്നെങ്കിലും പ്രതി ചിരിച്ചു കളിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അവിടെ വെച്ച് ഈ ആളുകളോട് പറയുന്നുണ്ട്, ഈ പ്രതിയൊക്കെ രക്ഷപ്പെട്ട് കാണുമ്പോൾ എവിടെയെങ്കിലും മുങ്ങിടാൻ പ്രതിയൊന്നും പിടിക്കാൻ പോകുന്നില്ല എന്ന് പ്രതി തന്നെ പറഞ്ഞു എന്നാണ് കൗൺസിലർ പറഞ്ഞത്. അതിനുശേഷമാണ് അന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി പ്രതി പോലീസിൻ്റെ വലയിലാവുന്നു. പോലീസ് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. പ്രതിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. വീട്ടിൽ നിന്നും 12 ലക്ഷം രൂപ, അതായത് കണ്ടെത്തിയിരുന്നു. 2,94,000 രൂപ പ്രതി മറ്റൊരാൾക്ക് കൊടുത്തിരുന്നു. അതായത് ഈ കടം വാങ്ങിയ ഒരാൾക്ക് കടം വീട്ടി നൽകിയിരുന്നു. ബാക്കി തുക വീട്ടിൽ അലമാരയിൽ ഷെൽഫിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്നും ഈ ബാക്കി വരുന്ന ബാലൻസ് വരുന്ന 6,000 രൂപയോളം ഈ മദ്യപിക്കാനും മറ്റു കാര്യങ്ങളുമായി പ്രതി ചെലവഴിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും പ്രതിയുടെ വീട്ടിൽ നിന്നും ഈ ബന്ധവസ്തു എടുത്തിട്ടുണ്ട്. മാറ്റി 2,94,000 രൂപ ഈ നൽകിയ ആളുടെ വീട്ടിൽ നിന്നും പോലീസിന് കസ്റ്റഡി എടുക്കേണ്ടതുണ്ട്. ഇന്നലെ അവർ ഈ ചാലക്കുടി DYSP ഓഫീസിലേക്ക് പണമായൊക്കെ എത്തിയിരുന്നു. എന്തായാലും അത് ഈ കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി അത് ആ വീട്ടിൽ നിന്നും എടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അല്പസമയത്തിലൊക്കെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബാങ്കിലേക്ക് പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൃത്യമായി തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രതി ഈ എങ്ങനെയാണ് മോഷണം നടത്തിയത്, എന്തായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് കൃത്യമായി ഒരു വിവരം നമുക്ക് പ്രതിയുടെ ഇതിനകത്ത് വെച്ച് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതി അല്പസമയത്തിലേക്ക് ഇദ്ദേഹം പങ്കെടുക്കുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, അത് പോലീസ് എങ്ങനെയാണ് കണ്ടെടുക്കുന്നത്? അത് ഈ അന്വേഷണത്തിൽ എന്തുമാത്രം പ്രധാനപ്പെട്ട ഘടകമായി? ഈ പള്ളിപ്പെരുന്നാളിൻ്റെ വിഷ്വലുകൾ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അതേതായാലും നമുക്ക് ലഭിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. അതായത് ഒരു പള്ളിപ്പെരുന്നാളിന് 2 ദിവസം മുമ്പുള്ള പള്ളിപ്പെരുന്നാളിന് പ്രതി പോവുകയും അവിടെ നിന്നാണ് ഈ നമ്പർ പ്ലേറ്റ് പറിച്ചെടുക്കുകയും ചെയ്തത് എന്ന് പ്രതി കൃത്യമായി തന്നെ പോലീസിന് മൊഴി നൽകുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ആ പോയ പള്ളിപ്പെരുന്നാളാണ് ഇത് എന്നുള്ളത്. അതായത് ബുധനാഴ്ച നടന്ന പള്ളിപ്പെരുന്നാൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പള്ളിയിലെ പെരുന്നാൾ, അമ്പ് പെരുന്നാൾ. അതിൽ ഈ അതായത് മറ്റേ പ്രവാസികളുടെ അമ്പ
അമ്പായിരുന്നു. ആ പ്രവാസികളുടെ അമ്പിലാണ് ഇയാൾ പങ്കെടുത്തത്. ഇയാളും ഒരു പ്രവാസിയാണ്. നമുക്കറിയാം 2 വർഷം മുമ്പാണ് പ്രതി ഇത്തരത്തിൽ ഇവിടേക്ക് എത്തുന്നതും ജോലി നഷ്ടപ്പെട്ട് ഈ കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചിവിടെ എത്തുന്നത്. ഈ ചാലക്കുടി സെൻറ്റ് മേരീസ് ഫൊറോണ പള്ളിയിലെ അമ്പ് തിരുനാളിലാണ് പ്രതി അതായത് ഈ പുറത്തു നിന്നുള്ള ആളുകളുടെ അമ്പിൽ പ്രതി പങ്കെടുത്ത് അവർ നടത്തിയ അമ്പിൽ പ്രതി പങ്കെടുക്കുകയും നൃത്തം വെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവിടെ നിന്നും പ്രതി ഒരു നമ്പർ പ്ലേറ്റ് തരപ്പെടുത്തിയെടുക്കുന്നത്. മറ്റൊരു വാഹനത്തെ നമ്പർ പ്ലേറ്റ് ഇളക്കി പറിച്ചെടുത്ത് ഈ വണ്ടിയിൽ ഘടിപ്പിച്ച് മോഷണത്തിന് ഉപയോഗിച്ചതും ഈ സ്ഥലത്തു നിന്നാണ് നിഷാദ്. ഓക്കെ, അല്ല ഇതിനകത്ത് അഖിൽ കുറേ കഥകളുണ്ടല്ലോ. അതായത് ഭാര്യ പ്രവാസിയാണ്, അവർ അയച്ചു കൊടുത്ത പൈസ മുഴുവൻ ദൂർത്തടിച്ചു കളഞ്ഞു. അവർ തിരിച്ചു വരാറാകുമ്പോൾ ആ പൈസ വീണ്ടെടുക്കേണ്ടതുണ്ട്, വേറെ മാർഗ്ഗമൊന്നും കണ്ടില്ല, അതുകൊണ്ട് വളരെ പെട്ടെന്ന് പൈസ സമാഹരിക്കാൻ ബാങ്ക് കൊള്ളയടിക്കാമെന്ന് ആലോചിച്ചു എന്നൊക്കെയുള്ള അതൊക്കെ പോലീസ് സ്ഥിരീകരിക്കുന്ന കഥയാണോ ഇദ്ദേഹത്തിൻ്റെ മോട്ടീവിനെ കുറിച്ച്? തീർച്ചയായും അത് ഇന്നലെ SP നടത്തിയ ബ്രീഫിങ്ങിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അതായത് 40 ലക്ഷത്തിലധികം രൂപയുടെ കടമുണ്ടായിരുന്നു. ആഡംബര ജീവിതത്തിനും അതുപോലെ തന്നെ മദ്യപിച്ചുമൊക്കെ തന്നെയാണ് പ്രതി പൈസകളൊക്കെ തന്നെ കളഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാര്യ വിദേശത്തു നിന്നും അയച്ചു കൊടുത്ത പണങ്ങളടക്കം ഇതിൽ നശിപ്പിച്ചിട്ടുണ്ട്. പലരിൽ നിന്നും കടം വാങ്ങിയ പണവും ഒക്കെ ചേർത്താണ് ഇത്ര വലിയൊരു ബാധ്യത ഈ പ്രതിക്കുണ്ടായത്. അതിൽ ഈ ഭാര്യ അയച്ചു കൊടുത്ത പണവും അതോടൊപ്പം തന്നെ ഭാര്യയുടെ ചില സ്വർണ്ണങ്ങളും പണയം വെച്ചിരുന്നു. അപ്പോൾ ഭാര്യ ഏപ്രിൽ മാസം തിരികെത്തും. അപ്പോൾ അതിനു മുമ്പായി തന്നെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതി ഈ പദ്ധതി തെരഞ്ഞെടുത്തത്. അതായത് മോഷണം നടക്കുന്നതിനും ഒരാഴ്ച മുമ്പാണ് പ്രതി ഇതിനെക്കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് പോലീസ് ഈ ബ്രീഫിങ്ങിനിൽ കൃത്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി അതുള്ള കാര്യമാണ്. പക്ഷേ വലിയ വീടാണ്, 2-2.5 വർഷം മുമ്പാണ് ആ വീട് വാങ്ങുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് അയൽവാസികളോടൊക്കെ തന്നെ പ്രതി പെരുമാറുമെന്ന്. അവർക്കൊന്നും ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു ഞെട്ടൽ അവിടെയുള്ള ആളുകൾക്ക് തന്നെ ഇയാൾ ഇത് ചെയ്തു എന്നൊരു ഞെട്ടൽ അവർക്കൊക്കെ ഉണ്ട്. പക്ഷേ വലിയ സാമ്പത്തിക ഒരു പ്രതിസന്ധി അത് തന്നെയാണ് പ്രതി ഇതിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 15 ലക്ഷം രൂപ അതായത് പെട്ടെന്ന് ലഭിച്ച അതിനുള്ളൊരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് ലഭിച്ചൊരു പണം കൊണ്ട് പ്രതി പുറത്തേക്ക് പോവുകയായിരുന്നു. അതാണ് അവിടെ എടുത്ത 15 ലക്ഷം രൂപ എന്ന് പറയുന്നത്.